ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ശ്രോതാക്കളായ നിങ്ങളെവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നതിന് സന്തോഷമുണ്ട്. ബൈ വേ ഓഫ് ഡിസപ്ഷൻ എന്ന ഹെഡിങ്ങിൽ ചില ദിവസങ്ങളായിട്ട് ഏകദേശം 8 എപ്പിസോഡുകൾ ഇതുവരെയും റിലീസ് ചെയ്യുകയുണ്ടായി. എന്നാൽ ഇന്നത്തെ മലയാളക്കരയിൽ അല്ലെങ്കിൽ കേരളത്തിലെ വളരെ ആപൽക്കരമായ രീതിയിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ സമൃദ്ധിയുടെ സുവിശേഷം എന്ന വിഷയത്തെക്കുറിച്ചുകൊണ്ട് അതിൻ്റെ അപകടം എന്താണെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവനാമത്തിൽ ആശ്രയിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായ ഒരു വാണിംഗ് തന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു എപ്പിസോഡ് റിലീസ് ചെയ്യുവാൻ തക്കവണ്ണം തയ്യാറായിരിക്കുന്നത്. വെസ്റ്റേൺ കൺട്രികൾ, യൂറോപ്യൻ കൺട്രികൾ ഇതൊക്കെ തന്നെ വളരെ ആപത്കരമായ രീതിയിൽ തകർന്നു കഴിഞ്ഞു. റിട്രൈവ് ചെയ്യാൻ പറ്റാതെ വണ്ണം വളരെ അപകടമായ രീതിയിൽ തകർന്നു കഴിഞ്ഞു. മലയാളക്കരയിൽ നിന്ന് തന്നെ വെസ്റ്റേൺ കൺട്രികളിൽ പോയി സുവിശേഷം അറിയിക്കാനുള്ളതോ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളും പോയി ദൈവദാസന്മാർ പോലും ഇതിനകത്ത് വിഴുങ്ങിപ്പോയിരിക്കുകയാണ്. അതിൻ്റേതായ വേരുകൾ, അതിൻ്റേതായ റൂട്ടുകൾ പല രീതിയിലും കേരളക്കരയിലും വളരെ അപകടമായ രീതിയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് സമയാസമയത്തിന് ആദിമ കാലഘട്ടത്തിലും ഈവൻ പഴയ നിയമത്തിൽ പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടുകൂടെ തൻ്റെ ദാസന്മാരെ വാളും പിടിച്ചുകൊണ്ട് എഴുന്നേൽപ്പിച്ചതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ജനത്തെ ഉദ്ധരിപ്പാൻ തക്കവണ്ണം, റിവൈവ് ചെയ്യുവാൻ തക്കവണ്ണം ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്പമായിട്ട് ആഴമായ വിഷയത്തിൽ ഈ കാര്യങ്ങളൊന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ആദ്യമായിട്ട് തന്നെ ഈ സമൃദ്ധിയുടെ സുവിശേഷക്കാർ ഉപയോഗിക്കുന്ന ചില ടെക്നിക്കുകൾ ആദ്യമായിട്ട് വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവർ കോട്ട് ചെയ്യുന്ന വചനങ്ങൾ എന്തെല്ലാമാണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ പുറകിലുള്ള ശക്തികൾ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രോസ്പെരിറ്റി തിയോളജി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ആരംഭിച്ചത് തന്നെ യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ 3-ാം ലേഖനത്തിൻ്റെ 2-ാം വാക്യത്തിലാണ് നാം വായിക്കുന്നത്. പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിലോവ്ഡ്, ഐ പ്രേ ദാറ്റ് യു മേ പ്രോസ്പർ ഇൻ ഓൾ തിങ്സ് ആൻഡ് ബി ഇൻ ഹെൽത്ത് ജസ്റ്റ് ആസ് യുവർ സോൾ പ്രോസ്പേഴ്സ്. ഇവിടെ നിന്നാണ് ഈ പ്രോസ്പെരിറ്റി തിയോളജിയുടെ പേര് തന്നെ വരുവാൻ കാരണം. പ്രോസ്പർ ആയിരിക്കുന്നത് പോലെ. ഓക്കെ, അതിനുശേഷം 2 കൊറിന്ത്യൻസിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്തെ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രരായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോസ്തലനായ പൗലോസ് 2 കൊറിന്ത്യൻസിൻ്റെ ലെറ്റർ എഴുതുവാനുള്ള കാരണം എന്താണെന്ന് തന്നെ ആദ്യമായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഇന്ന് ഇത്തരക്കാരെ ഈ വാക്യം എടുത്തുകൊണ്ട് സമൃദ്ധ സുവിശേഷത്തിന് പ്രസംഗിക്കുന്നതിൻ്റെ ലജ്ജ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ അതിൻ്റെ സാഹചര്യത്തിൻ്റെ ഒരു ചെറിയ ഹിൻഡ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. 2 കൊറിന്ത്യൻസിൻ്റെ ലെറ്റർ 13-ാം അധ്യായത്തിൻ്റെ ഒരു 2-ാം വാക്യം കൊണ്ട് വായിക്കണം. 3-ാം വാക്യം, അതായത് ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ തുമ്പ് അന്വേഷിക്കുന്നുവല്ലോ. അവൻ നിങ്ങളെ സംബന്ധിച്ച് ബലഹീനനല്ല, നിങ്ങൾ ശക്തൻ തന്നെ. അതായത് 1 കൊരിന്ത്യൻ ലെറ്ററിനകത്ത് അവിടെ ശക്തമായ ഒരു ഡിവിഷൻസ് വന്നിട്ട് ഞാൻ അപ്പോലോസിൻ്റെ പക്ഷക്കാരൻ, പൗലോസിൻ്റെ പക്ഷക്കാരൻ, ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷം പിടിക്കുന്ന ഒരവസ്ഥ വന്ന് ചർച്ചിൻ്റെ ശക്തി ക്ഷയിക്കുകയും അതിനുശേഷം ഈ മൊറാലിറ്റി കടന്നു വരികയും കൃപാവരങ്ങളിൽ തന്നെ വളരെ പ്രശ്നങ്ങളുണ്ടാക്കുകയും ചെയ്തുകൊണ്ട് ചർച്ച് വളരെ ഭിന്നിപ്പിച്ച് ഈവൻ ആദ്യത്തെ ലെറ്റർ എഴുതിയതിനു ശേഷവും കീഴ്പ്പെടാതിരിക്കുന്ന, അനുസരണക്കേടിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന, അതും തന്നെയല്ല അപ്പസ്തോലത്വത്തിനെ, പൗലോസിൻ്റെ അപ്പസ്തോലത്വത്തെ ചോദ്യം ചെയ്യുന്ന, അതുപോലെ തന്നെ ക്രിസ്തു തന്നെയാണ് ഇവന് സംസാരിക്കുന്നത് എന്ന വിധത്തിൽ സംശയങ്ങളും അതുപോലെ തന്നെ അവനെതിരായിട്ട് പല അലിഗേഷൻസ് വന്നപ്പോൾ മാസിഡോണയിൽ നിന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഈ കത്ത് എഴുതുന്നത്. 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും നാം വായിച്ചു നോക്കുമ്പോൾ തീത്തോസ് വരുന്നത് വരേക്കും
തനിക്ക് മനസ്സിൽ സ്വസ്ഥതയില്ലാതെ, അതായത് ചർച്ചിൻ്റെ വിഷയങ്ങൾ എന്തായെന്ന് സ്വസ്ഥതയില്ലാതിരിക്കുന്ന സമയത്തും അവൻ വീണ്ടും അവൻ ത്രോവാസിൽ നിന്ന് മാസിഡോണിയയിലേക്ക് വന്നിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കൊറിന്ത്യയിൽ ഒരു റിവൈവൽ നടന്നുന്ന ഒരു സന്തോഷത്തോടു കൂടി തന്നെ തീത്തോസ് വന്നവനെ അറിയിക്കുമ്പോഴാണ് അവന് ആശ്വാസം കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കൊറിന്ത്യൻസും സെക്കൻഡ് കൊറിന്ത്യൻസും 2 ലെറ്ററുകളും നമ്മളെടുത്ത് പഠിക്കുകയാണെങ്കിൽ ഒരു സമ്പന്നതയുടെ വിഷയമല്ല അവിടെ വന്നിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് വളരെ ആഴത്തിലുള്ള മുറിവ് സംഭവിക്കുകയും വലിയൊരു തകർച്ചയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ശക്തിയോടുകൂടെ ജനം സഭയിലുള്ള വ്യക്തികൾ തന്നെ അവൻ്റെ അപ്പസ്തോലത്വത്തെയും അവന് സംസാരിക്കുന്നത് ക്രിസ്തു തന്നെയാണെന്ന് ചോദ്യം ചെയ്തുകൊണ്ട് വലിയൊരു അലിഗേഷൻ വന്ന സമയത്ത് ഇവിടെ സമൃദ്ധിയുടെ സുവിശേഷമായി അറിയിക്കുവാനല്ല അപ്പസ്തോലൻ കത്തെഴുതുന്നത്, ചർച്ചിനെ റിവൈവ് ചെയ്യുവാൻ തക്കവണ്ണം, മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കാൻ തക്കവണ്ണമാണെന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ വീണ്ടും ഭാഗത്തിലേക്ക് കടന്നു വരട്ടെ. അപ്പോൾ അത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് തോന്നും. ഇതേ പൗലോസ് തന്നെ തൻ്റെ സുവിശേഷത്തിൻ്റെ ആഴം എന്താണെന്ന് നമുക്ക് പിന്നീട് ചിന്തിക്കാം. അതുപോലെ തന്നെ ഫിലിപ്പി ലേഖനത്തിൻ്റെ 4:19 തിരക്കാരെ കോട്ട് ചെയ്യുന്നത്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. അതേപോലെ തന്നെ അബ്രാഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ഇത്രയുമേ പറയുള്ളൂ. ഗലാത്യലേഖനം 3:14. അടുത്ത് തുടർന്ന് വായിച്ചാൽ നാം ആത്മാവെന്ന വിഷയത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. പക്ഷേ അബ്രാഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് കോട്ട് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ആത്മാവിൽ എന്താണ് സംഭവിക്കുന്നത്, കേൾക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത്, ഇതിൻ്റെ അപകടം എന്താണ്, ഇതെല്ലാം വളരെ ശക്തിയോടുകൂടെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കർത്താവ് തൻ്റെ അഭിഷേകരെ എഴുന്നേൽപ്പിച്ച് ശക്തമായ വാളുകൊണ്ട് തന്നെ ഇത്തരക്കാരെ ചോപ്പ് ചെയ്യാനുള്ള അധികാരം തരുന്നുണ്ട്. ഏലീശയുടെ ജയാസ്ത്രം തന്നെ ദൈവദാസന്മാരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. നല്ല മുറിവേൽക്കുവാനും നല്ല വെട്ടുവാനും സാധിക്കും. ഇത് പത്രോസിനെ പോലെയല്ല. പത്രോസ് മീൻപിടുത്തക്കാരനായ പത്രോസ് സമരയിലേക്ക് പോകുന്ന സമയത്ത് വാള് പറഞ്ഞ് അങ്ങടെ വാളെടുക്കുക, കർത്താവ് പറഞ്ഞു അത് മതിയെന്ന് പറഞ്ഞു. പത്രോസ് മീൻപിടുത്തക്കാരനായിരുന്നു. പത്രോസ് വെട്ടിയത് കഴുത്തിൽ വെച്ച് തന്നെയാണ്. പക്ഷേ മീൻപിടുത്തക്കാരനായ പത്രോസ് അഭ്യസിച്ചിട്ടില്ലായിരുന്നു വെട്ടുവാനായിട്ട്. കൊണ്ടത് ചെവിയിലായിപ്പോയി. ഇതുപോലെയല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനം തന്നാൽ കൊള്ളേണ്ടടുത്ത് കൊള്ളും. അതുകൊണ്ട് ഇത്തരംകാര് ഇതിനകത്ത് കുറച്ച് നിഷ്കളങ്കരായ ജനം അറിയായ്മ കൊണ്ട് ഇതിനകത്ത് പെട്ടുപോകുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ അപകടം എന്താണെന്ന് ഓർമ്മപ്പെടുത്തുവാൻ തക്കണം ആഗ്രഹിക്കുന്നത്. ഇതേ അപ്പസ്തോലനായ പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, എനിക്ക് ലാഭമായിരുന്നത് ഒക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. അവിടെ സമ്പന്നനായിക്കൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല അപ്പസ്തോലൻ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിനെ നേടുക, ഇക്കാര്യം എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ എന്താണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വളരെ വ്യക്തമായിട്ട് വെളിപ്പാട് പുസ്തകം 3:21 പറഞ്ഞിരിക്കുന്നത്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും, ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ. ഇതാണ് മനുഷ്യനെക്കുറിച്ചുള്ള എറ്റേണൽ പ്ലാൻ എന്ന് ആദ്യമേ മനസ്സിലാക്കിയിരിക്കണം. അപ്പോസ്തലനായ പൗലോസിൻ്റെ കാര്യത്തെക്കുറിച്ച് കൊണ്ട് ഞാനൊന്ന് നേരിട്ട് ബൈബിളിൽ നിന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പി ലേഖനം 3-ാം ഒരു 7-ാം വാക്യം തുടങ്ങി വായിക്കണം. അപ്പോഴാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് കുറച്ചും കൂടി മുന്നോട്ട് വായിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് തനിക്ക് ലാഭമായിരുന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്കും. കാരണം ഇവിടെയും അല്പമായിട്ട് ജുഡൈസത്തിലുള്ളവർ കടന്നു വന്നുകൊണ്ട് വീണ്ടും മോശയുടെ ന്യായപ്രമാണ പ്രകാരം പരിച്ഛേദനയിലേറ്റാൽ മാത്രമേ, അതുപോലെ ന്യായപ്രമാണത്തിൻ്റെ ചട്ടങ്ങൾ റിച്വൽസിലേക്ക് പോയാൽ മാത്രമേ രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ജഡത്തിൽ പ്രശംസിച്ചുകൊണ്ട്, അതാ ഞങ്ങൾ
പരിച്ഛേദനയേറ്റവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് വന്ന സമയത്ത് പൗലോസ് പറയുന്നത്, എനിക്കും വേണമെങ്കിൽ ജഡത്തിൽ ആശ്രയിക്കാം, എനിക്കും വേണമെങ്കിൽ പ്രശംസിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെക്കുറിച്ച് പറയുകയാണ്. 8-ാം നാളിൽ ഞാൻ പരിച്ഛേദനയേറ്റവനാണ്, ഇസ്രായേൽ ജാതിക്കാരനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, എബ്രായരെന്ന് ജനിച്ച എബ്രായനാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനാണ്, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവനാണ്, ന്യായപ്രമാണത്തിൽ നീതി സംബന്ധിച്ച് അനന്യനാണ്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെണ്ണിരിക്കുന്നു. അപ്പോൾ ഇവിടെ തൻ്റെ സ്പിരിച്വൽ ഗ്രോത്തിനെ കുറിച്ചുള്ള പ്രോസ്പെരിറ്റിയെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, ഇതെല്ലാം ന്യായപ്രമാണത്തിൽ പ്രകാരം എനിക്കുണ്ടായിരുന്നു, അതുപോലെ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞു. ഹല്ലേലൂയ. എന്നുവെൻ്റെ അവൻ്റെ ഭൗതിക വിഷയങ്ങളെക്കുറിച്ച് കൊണ്ടുള്ള കാര്യങ്ങൾ ഇവിടെ ബൈബിൾ അധികം രേഖപ്പെടുത്തിയില്ലെങ്കിലും തന്നെ ഹിസ്റ്ററിയിൽ പല കാര്യങ്ങളുമുണ്ട്. പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തു നിമിത്തം എല്ലാം ഛേദമെണ്ണുകയാണ്. താഴെ വിവരിക്കുന്നത്, അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെണ്ണുന്നു, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും. ഇത് ദൈവം മക്കൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ പ്രോസ്പെരിറ്റി തിയോളജിയുടെ ഫൂളിഷ്നെസ് റിജക്റ്റ് ചെയ്യാത്തത്. എന്താണ് ഈ ക്രിസ്തുവിനെ നേടേണ്ടതും എന്നതുകൊണ്ട് പോൾ മനസ്സിലാക്കുന്നത്? എന്താണ് പോള് ഈ ഒരു വാക്യം കൊണ്ട് മനസ്സിലാക്കി തരുന്നത്? എന്താണ് പോൾ അതും കൊണ്ട് ഉദ്ധരിക്കുന്നത്? ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം എൻ്റെ ബുദ്ധിക്കകത്ത് തിരുവെഴുത്തുകളിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ ഞാൻ അറിയുന്നതിനെ കുറിച്ചാണോ ഇവിടെ പോൾ പറയുന്നത്? അല്ലെങ്കിൽ ക്രിസ്തുവിനെ അവൻ്റെ സ്പിരിറ്റിനാൽ അവരെ നിറയേണ്ടതിനാണോ ചിന്തിക്കുന്നത്? ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കിലെ വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാന ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്നും വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുന്നു. പോൾ ഉപദേശിക്കുന്നതായ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുയേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ കാതലാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ 2 വാക്യങ്ങൾ. അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്നും വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുന്നു. ക്രിസ്തുവിനെ നേടേണ്ടതിന്, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയേണ്ടതിന്, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയേണ്ടതിന്, ഇതിൻ്റെ അല്പം പോലും അനുഭവിച്ചവർ ഈ പ്രോസ്പെരിറ്റി തിയോളജി വലിച്ചെറിഞ്ഞ് കളയും. ഇത് ദൈവത്തിൻ്റെ കൃപയാൽ അനേക പ്രാവശ്യങ്ങൾ അവൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയും ഈ എളിവിനെ അനുഭവിച്ചറിഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത്. വെറുതെ ഒരു ഇമാജിനേഷനല്ല, ഒരു തിയോളജിക്കൽ തിയറി സ്ഥാപിക്കുകയല്ല. ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ എഴുതാം, ഞാൻ ശക്തമായി തന്നെ അതിന് മറുപടി പറഞ്ഞുതരാം. വേണമെങ്കിൽ പൗലോസ് പറഞ്ഞതുപോലെ ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലത്രയെന്ന് അതൊന്ന് വേണമെങ്കിൽ തെളിയിച്ചു തരാം. കാരണം വല്ലവിധേനയും ഈ നിഷ്കളങ്കരായ ഇടങ്കയും വലങ്കയും അറിയാത്ത ജനത്തെ സൈറ്റാൻ്റെ ഉപദേശം കൊണ്ട് വഞ്ചിച്ച് നിത്യനരകത്തിലേക്ക് നയിക്കുന്ന കൊലപാതകന്മാരുടെ കയ്യിൽ നിന്ന് ആത്മാക്കളെ വിടുവിച്ചെടുക്കാൻ തക്കവണ്ണം അല്പം കഷ്ടം നിന്ന് സഹിക്കേണ്ടി വന്നാലും അത് ഞാൻ ദൈവനാമത്തിന് സന്തോഷത്തോടു കൂടെ കൈക്കൊള്ളുവാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഇനി ഏകദേശം നിങ്ങൾക്ക് പോളിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു കാതൽ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന പോള് എഴുതിയ കാര്യങ്ങളിൽ നിന്നാണ് ഈ വചനമൊക്കെ കുറച്ചധികം കോട്ട് ചെയ്തിരിക്കുന്നത്. 2 കൊറിന്ത്യൻസിൽ നിന്നും ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നും ഗലാത്യ ലേഖനത്തിൽ നിന്നും കോട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ കൂട്ടി ചെയ്തിരിക്കുന്ന പ്രോസ്പെരിറ്റി തിയോളജി കുറിച്ചുകൊണ്ട് ഇനി അല്പമായിട്ട് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചും മനുഷ്യന് എന്താണ് ഏതെങ്കിലും തോട്ടത്തിൽ സംഭവിച്ചതിനെ കുറിച്ചും ചില കാര്യങ്ങളിൽ വിവരിച്ചതിന് ശേഷം ഇതിൻ്റെ ഡെപ്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ചുകൊണ്ട് നാം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങളിലും ആ പ്ലാനിനെ 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നിന്നും വായിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്
അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിന്മേലും ഭൂമിയിൽ എഴുതുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ച്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിന്മേലും സകല ഭൂചര ജന്തുമേലും വാഴുവിൻ എന്ന് കൽപ്പിച്ചു. അപ്പം മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ ഈ ഭൂമിയിലെ സർവ്വചരാചരത്തിലും ആകാശത്തിലെ പറവജാതിന്മേലും സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും വാഴുക, ഭരിക്കുക എന്നൊരു പ്ലാനാണ്. ഇത് മനുഷ്യൻ്റെ കയ്യിൽ എൻട്രസ്റ്റ് ചെയ്തിരുന്ന, നിക്ഷേപിച്ചിരുന്ന, ഉത്തരവാദിത്തോടുകൂടെ കൈകാര്യം ചെയ്യുന്നതൊക്കെ മനുഷ്യനെ ഭരമേൽപ്പിച്ചിരുന്ന ഒരു അധികാരമാണ്. ഈ അധികാരത്തോടുകൂടെ മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം മോദി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കണം. വെറും ഒരു മൺകൂടാരത്തെ ജീവനുള്ള ദേഹി എന്ന അവസ്ഥയിലേക്ക് മാറ്റുവാൻ കാരണമെന്താണ്? സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ മൂക്കിൽ, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജീവശ്വാസം അവനെ ജീവനുള്ള ദേഹിയാക്കി തീർത്തു. ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇതിൻ്റെ ഒരു ഘടനയാണ് ഞാനിവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഔട്ടർ ലൈനിൽ നിങ്ങൾക്ക് ഓറഞ്ച് കളറിൽ കാണാൻ സാധിക്കുന്നത് മനുഷ്യ ശരീരം. നമ്മൾ വളരെ വ്യക്തമായിട്ട് 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ പറഞ്ഞ പ്രകാരമാണ് നിങ്ങളുടെ ആത്മാവും പ്രാണനും ശരീരവും അവൻ്റെ വരവെങ്കിൽ അനന്യമായി വെളിപ്പെടണം. ഈ 3 പാട്ടുകൾ, മനുഷ്യ ശരീരം, മനുഷ്യ പ്രാണൻ, മനുഷ്യ ആത്മാവ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ അനന്യമായി, ബിയോണ്ട് റിപ്രോച്ച് വെളിപ്പെടേണ്ട ആവശ്യകതയുണ്ട്. ഇത് സൃഷ്ടിച്ച സമയത്ത് കറപ്റ്റഡ് ആയിട്ടല്ല സൃഷ്ടിച്ചത്. ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരം എന്ന് പറഞ്ഞാൽ ദൈവം എപ്രകാരം വിശുദ്ധനായിരിക്കുന്നുവോ, ദൈവം എത്രത്തോളം എറ്റേണൽ ആയിരിക്കുന്നുവോ അതേപോലെ തന്നെ വിശുദ്ധനായിട്ട് എറ്റേണലായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. കാരണം അവൻ്റെ മൂക്കിൽ ഊതപ്പെട്ട ജീവശ്വാസമാണ് പൊടി എന്ന അവസ്ഥയിൽ നിന്നും, അല്ലെങ്കിൽ മൺകൂടാരം എന്ന അവസ്ഥയിൽ നിന്നും അവനെ ജീവനുള്ള ദേഹി എന്ന അവസ്ഥയിലേക്ക് മാറ്റിയത്. അപ്പോൾ ഈ മാറ്റത്തിന്, അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ചിന് ഉറവിടമായി തീർന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജീവശ്വാസമാണെന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഈ മനുഷ്യൻ്റെ അകത്തുള്ളത് ഇൻറ്റേർണൽ ഫാക്കാലിറ്റീസ്, അല്ലെങ്കിൽ അവൻ്റെ പ്രാണനും ആത്മാവും തന്നെ ആരുടെ ഓണർഷിപ്പിലുള്ളതാണ്, ആരുടെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണ് ശരിക്കും മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണ്. ആമേൻ. ഈ മനുഷ്യനെ പരീക്ഷിക്കുന്ന സമയത്താണ് മനുഷ്യന് എന്തു സംഭവിച്ചു എന്ന് മനസ്സിലാക്കണം. അപ്പോൾ എന്തിനുകൊണ്ട് പലരും വളരെ ലളിതമായ ബാലിശ്യമായ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ദൈവം എന്തിനാണ് ഈ ടെസ്റ്റ് വെച്ചത്, ഈ പരീക്ഷ വെച്ചത് കൊണ്ടല്ലേ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നതെന്ന്. ഞാൻ അല്പമായിട്ട് വചനങ്ങൾ കോട്ട് ചെയ്തിരിക്കുന്നത്, നീതിമാനെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെയും ഹൃദയത്തെയും കാണുന്നവനായ സൈന്യങ്ങളുടെ യഹോവേ, യെരമ്യാ പ്രവചന പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. അതുപോലെ തന്നെ യെശയ്യാവ് 28-16 പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ല്, ട്രൈഡ് സ്റ്റോൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. സിയോൻ്റെ അടിസ്ഥാന കല്ലായിരിക്കുന്ന ക്രിസ്തുവിനെ പോലും ശോധന ചെയ്ത് തികഞ്ഞവനായിട്ട് കണ്ടിട്ടാണ് അടിസ്ഥാന കല്ലാക്കി തീർത്തിരിക്കുന്നത്. വിലയേറിയ കല്ലും മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നതിന് ഓടിപ്പോകുകയില്ല. 1 പത്രോസ് 1-7 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അഴിഞ്ഞു പോകുന്നതും തീ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ ഇടവരും. ഈ കാര്യങ്ങൾ ഞാൻ ഗ്രേറ്റ് സാൽവേഷൻ എന്ന ഒരു 9 എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഈ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന ചാനലിൽ കാണാം. ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ അവർ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സാൽവേഷൻ, ഗ്രേറ്റ് സാൽവേഷൻ എന്ന് വിളിക്കുന്നത്, എന്താണ് മനുഷ്യന് സംഭവിച്ചതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഞാനിവിടെ വളരെ ഹ്രസ്വമായിട്ട് പറയുകയാണ്. ആമേൻ. മനുഷ്യനെ പരീക്ഷിക്കുന്ന സമയത്ത് അവൻ്റെ ഹൃദയത്തിലൊരു വചനമുണ്ടായിരുന്നു, തോട്ടത്തിലെ സകല വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അതുവരേക്കും ദൈവ തേജസ് അവൻ്റെ ഉള്ളിൽ വസിച്ചിരുന്നപ്പോൾ അവൻ്റെ ഔട്ട്കം, അവന് പുറത്തു വന്നത് ഡിസിൻട്രസ്റ്റഡ് ലവ് ആയിരുന്നു.
എന്നാൽ പരീക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സൃഷ്ടിയായ സേത്താനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്ത്രീ അതിനെക്കുറിച്ച് മറുപടി പറയുന്നുണ്ട്. എന്നാൽ സേത്താൻ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു പ്രബോധനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ദൈവം പറഞ്ഞു മരിക്കും നിശ്ചയം, ഇവൻ പറയുന്നു മരിക്കയില്ല നിശ്ചയം. തിന്നുന്ന നാൾ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മത്തിന്മകളെക്കുറിച്ച് അറിയുന്നവരായി ദൈവത്തെ പോലെയാകും. അതുകൊണ്ടാണ് ദൈവം ഇത് ഫോർബിഡൻ ചെയ്തിരിക്കുന്നത്. അതായത് ദൈവം എറ്റേണൽ ആയിരിക്കുന്നത് പോലെ, ദൈവം സെൽഫ് എക്സിസ്റ്റഡ് ആയിരിക്കുന്നത് പോലെ നിങ്ങൾക്കും ദൈവത്തെ കൂടാതെ സെൽഫ് എക്സിസ്റ്റഡ് ആകാം. ഇങ്ങനെ ഒരു ആ വാക്യം വേണമെങ്കിൽ ഒന്ന് എടുത്ത് വായിക്കാൻ നിങ്ങൾക്ക് ഞാൻ എല്ലാവർക്കും അറിയുന്നതായതുകൊണ്ട് ഞാൻ വാക്യം വായിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ സ്ത്രീയുടെ മറുപടി ഞാൻ വായിക്കുന്നത്. എന്നാൽ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതും തൊടുകയും അരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മത്തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുമ്പോഴാണ് ഈ പ്രോസ്പെരിറ്റി തിയോളജിക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞ് വല്ലവിധനെയും ന്യായപ്രമാണത്തിൽ തികഞ്ഞവനായ പോൾ പറയുന്നു, വല്ലവിധനെയും രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം ഞാൻ സകലതും ചപ്പും ചവറുമെന്ന് വേണമെന്ന്. ദൈവ തേജസ്സായിരുന്നു, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്ന ദൈവ തേജസ്സായിരുന്നു അവന് ജീവനുള്ള ദേഹിയാക്കി മാറ്റിയത്. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പന ഹൃദയത്തിലിരിക്കുമ്പോൾ തന്നെ, ഞാൻ നിങ്ങളെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഒത്തിരി ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർക്കണം. ഒരു പുതിയ ആലോചന വന്നപ്പോൾ ദൈവത്തിൻ്റെ വചനത്താൽ ഉളവായിരുന്നതായ ഇമോഷനിൽ നിന്നും അല്ലെങ്കിൽ ആ പ്രത്യാശയിൽ നിന്നും ആ ദൈവത്തോടുള്ള അനുസരണത്തിൽ നടന്ന അവസ്ഥയിൽ നിന്നും അതിനേക്കാളും വ്യത്യസ്തമായ ഒരു ആലോചന സൈത്താനിൽ കൂടെ കടന്നു വരികയും അതവൻ്റെ ഹൃദയത്തിൽ കടന്നപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെക്കാളും നല്ലത് സൈത്താൻ പറഞ്ഞ കാര്യമാണല്ലോ എന്ന് കാണുന്ന സമയത്ത് മോഹം ഗർഭം ധരിക്കുകയാണ് ചെയ്യുന്നത്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നതാണ് ഈ വൃക്ഷഫലം പറിച്ചു തിന്നുന്നത്. ആ സമയത്ത് എന്താ സംഭവിച്ചത്? അവൻ്റെ നിത്യജീവൻ്റെ ഉറവിടമായിരുന്ന ദൈവ തേജസ്സിനെ, ദൈവത്തെ തന്നെ അവൻ ഉപേക്ഷിച്ച് കളഞ്ഞ് സെൽഫിനെ തിരഞ്ഞെടുത്തു. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ സുവിശേഷം കൊണ്ട് ദൈവം മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നടന്നത് ഒരു ആത്മീക മരണമായിരിക്കുമ്പോൾ 2 തിമോഥെയോസ് 1-ാം അധ്യായത്തിന് 10-ാം വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2 തിമോഥെയോസ് ചാപ്റ്റർ 1 വേഴ്സ് 10. സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളിക്കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തിക നിമിത്തമല്ല, സകലകാലത്തിനു മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും. ഏദൻ തോട്ടത്തിൽ വെച്ച് സംഭവിച്ചത് മരണമായിരുന്നപ്പോൾ ഇപ്പോൾ സുവിശേഷം കൊണ്ട് മരണം നീക്കുകയും ജീവനും അക്ഷയതയും ഇമ്മോർട്ടാലിറ്റി വരുത്തുകയും ചെയ്യുക. ഇതാണ് സുവിശേഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആമേൻ. നിങ്ങളെ കുറേ ഭൗതിക നന്മകൾ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള നന്മകൾ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ പിതാവ് ഓഫർ ചെയ്തിട്ടുണ്ട്. അനേക വാക്യങ്ങൾ എടുത്തു തരാം. സ്തോത്രം. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ സംഭവിച്ചത് ഒരു ആത്മീക മരണം. ഇതിൽ നിന്നും ഒരു ജീവൻ പ്രാപിക്കണമെങ്കിൽ വളരെ വ്യക്തമായിട്ട് തന്നെ സുവിശേഷത്തിൽ അവിടെ ഇവിടേക്കായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന് റിവേഴ്സായിട്ട് ഒരു കാര്യം നടക്കണം. അതിന് ഒരേ ഒരു വഴിയുള്ളൂ. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഈ സംഭവം നടന്നത് മനുഷ്യ ആത്മാവിലാണ് ഫെല്ലോഷിപ്പ് എന്ന ഘടകമുള്ളത്. അവിടെയാണ് ദൈവ തേജസ് വസിച്ചിരുന്നത്. എന്നാൽ സ്ത്രീ അല്ലെങ്കിൽ മനുഷ്യൻ തന്നെ ദൈവത്തെക്കാൾ അധികമായിട്ട് ദൈവത്തെ കൂടാതെ സെൽഫ് എക്സിസ്റ്റഡ് ആകാമെന്നുള്ള തീരുമാനമെടുക്കുന്ന സമയത്ത് ദൈവ തേജസ് വിട്ടുപോയെന്നാണ്. കാരണം നമ്മളൊരു ഫ്രീ മോറൽ ഏജൻ്റാണ്.
നമ്മളൊരു മെഷീനല്ല. നമ്മുടെ തീരുമാനത്തിന്മേൽ, നമ്മുടെ ഫ്രീ വില്ലിന്മേൽ അധികാരം നടത്തുവാൻ ദുഷ്ടശക്തികൾക്കോ ദൈവത്തിനോ അല്ലെങ്കിൽ മറ്റു മനുഷ്യർക്ക് പോലും അധികാരമില്ല. നാം ഓരോരുത്തരുമാണ് നമ്മുടെ ഫ്രീ വില്ലിൻ്റെ ഉത്തരവാദികൾ. നമ്മൾ പല ഇമോഷൻസ് വരാം, പല ന്യൂസുകൾ വരാം, അതിനോട് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഇമോഷൻസ് വരാം. അപ്പോഴൊക്കെയും തീരുമാനമെടുക്കുന്നത് നാമാണ്. ആ തീരുമാനത്തിന്മേലാണ് ദൈവത്തിൻ്റെ ന്യായവിധികൾ നടക്കുന്നത്, അനുഗ്രഹങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇവിടെ മനുഷ്യ ആത്മാവ് മരിച്ചിരിക്കുമ്പോൾ ഈ മനുഷ്യ ആത്മാവിനെ ജീവിപ്പിക്കുവാനാണ് സുവിശേഷം തന്നിരിക്കുന്നത്. അതിനെയാണ് ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. അത് കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ വീണ്ടും ജനിക്കേണ്ടിയിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് ഫസ്റ്റ് പീറ്റർ 1-23 വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ സമൃദ്ധിയുടെ സുവിശേഷത്തിൽ നടക്കുന്നത് എന്താണെന്ന് ഞാൻ അല്പമായിട്ട് വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സമൃദ്ധിയുടെ സുവിശേഷം, അതായത് നമ്മുടെ മൈൻഡിലേക്ക് ഒരു വാർത്ത വന്നാൽ ഉടനെ ആ വാർത്തയോട് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അനുപാതികമായിട്ടുള്ള ഒരു ഇമോഷൻ നമ്മുടെ ഹൃദയത്തിൽ ഡെവലപ്പാകും. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ഇൻ്റലക്റ്റിലേക്ക്, നമ്മുടെ മൈൻഡിലേക്ക് ഏതൊരു വാർത്ത വന്നാലും ആ വാർത്തയോട് അനുപാതികമായിട്ടുള്ള ഒരു ഇമോഷൻ നമ്മുടെ സോളിൽ ഡെവലപ്പാകും. ആ ഇമോഷൻ ശരിയാണോ തെറ്റാണോ എന്ന് നമ്മുടെ മനുഷ്യ ആത്മാവിലെ വിവേകം എന്ന ഘടകം, കോൺഷ്യസ് എന്ന ഘടകം ശരിയായിട്ട് വിവേചിച്ച് തരും. ഇത് തെറ്റാ, ഇത് അപകടകരമായ കാര്യമാണ്. എന്നാൽ ആ തീരുമാനത്തെ വിവേചിച്ച് തരുന്നതിനെ ചെയ്യണമോ വേണ്ടയോ, അനുസരിക്കണമോ വേണ്ടയോ, അരുതെന്ന് പറയുന്നതിനെ നാം അവോയ്ഡ് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ പ്രാണനിലുള്ള ഫ്രീ വില്ലാണ്. ഇതിന്മേലാണ് നമ്മുടെ ജഡ്ജ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഈ സമൃദ്ധിയുടെ സുവിശേഷകന്മാർ നമ്മുടെ മൈൻഡിലേക്ക് യേശുവിൻ്റെ നാമം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ സമൃദ്ധിയുടെ സുവിശേഷം, ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മളെ പണമാരന്മാരൊക്കെ ധനവാന്മാരാക്കും, നമ്മളെ അങ്ങനെ ചെയ്യും, വാലയല്ല തലയാക്കെന്നൊക്കെ പറഞ്ഞ് ഇമോഷൻ ഡെവലപ്പ് ചെയ്ത് വാസ്തവത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്കൊരു ചിത്രത്തിൽ കൂടെ കാണിച്ചു തരാം. അല്പമായിട്ടൊന്ന് ഇവിടെ നിങ്ങൾക്ക് ചിത്രം കാണാം. ഇതാണ് യോഗാസനത്തിൻ്റെ ഒരു ചിത്രമാണിത്. ഓക്കെ, ഈ യോഗാസനത്തിൻ്റെ ചിത്രത്തിൽ യോഗയ്ക്ക് ഇരുന്നു കൊണ്ട് പല പല മന്ത്രങ്ങളും ചൊല്ലി ഏകാഗ്രതയിലായിരിക്കുമ്പോൾ ഇതിനെ പറയുന്നതാണ് കുണ്ഡാലിനി എന്ന് പറയും. മനുഷ്യ ആത്മാവിൻ്റെ പ്രവൃത്തികൾ ഇവിടെ നിന്നും കൂടി വ്യാപരിച്ച് നമ്മുടെ ഈ ഫോർഹെഡിൽ, നെറ്റിയുടെ ഭാഗത്തോ നെറുകയില വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഈ കൈ വച്ച് പ്രാർത്ഥിക്കുന്നവർ ഈ നമ്മുടെ നെറ്റിയുടെ അടുത്ത് കൈ കൊണ്ടുവരുമ്പോൾ തലയുടെ മേളിൽ കൈ കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രസംഗിച്ച് നമ്മുടെ സോളിലേക്ക് ഇമോഷൻ ഡെവലപ്പ് ചെയ്ത്, അനുഗ്രഹത്തിൻ്റെ ഇമോഷൻ ഡെവലപ്പ് ചെയ്ത്, അല്ലെങ്കിൽ വിസ കിട്ടുന്നതിന് ഞാൻ വലിയവനാക്കും അങ്ങനെയാക്കുന്ന ഇമോഷൻ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ഈ ഫോർഹെഡിലേക്കും നമ്മുടെ നെറുകയിലേക്കും ഈ കുണ്ഡാലിനിയുടെ വ്യാപാരം കൊണ്ടുവരുമ്പോൾ അവർ പെട്ടെന്ന് ഒരു ടവലെടുത്ത് വീശുകയോ കൈ വീശുകയോ അല്ലെങ്കിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യക്തി വേറൊരു സ്പിരിറ്റിന് അടിമപ്പെട്ടു പോകും. അപ്പോഴാണ് ഈ മലന്നടിച്ച് വീഴുന്നതും കുഴഞ്ഞു വീഴുന്നതൊക്കെയും. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയല്ല. വാസ്തവത്തിൽ നടക്കുന്ന ഇതിനെയാണ് ക്രിസ്ത്യൻ യോഗ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ അനേക ക്ലാസ്സുകൾ പലയിടത്തും സംസാരിച്ച് തന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ഇന്നും പലരും ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ വളരെ ഖേദകരമായിട്ട് ചിന്തിക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ഷാർപ്പായിട്ട് പ്രതീക്ഷിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഈ സമൃദ്ധിയുടെ സുവിശേഷം നമ്മുടെ പ്രാണനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഏതൊരു മനുഷ്യനും നമ്മുടെ ഭൗതികമായ ജീവിതത്തിന് അനുഗ്രഹത്തിൻ്റെതായ കാര്യങ്ങൾ തീർച്ചയായിട്ടും സന്തോഷത്തിൻ്റെതായ ഇമോഷൻ ഡെവലപ്പും ആ ഇമോഷൻ ഡെവലപ്പ് ചെയ്ത് നമ്മൾ അടിമപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനല്ല, ക്രിസ്തുവിനല്ല. പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും. ഇവിടെയാണ് മറ്റൊരു യേശു എന്ന ശക്തി പ്രവർത്തിക്കുന്നത്. ഇതിനോടൊക്കെ ആത്മീക യുദ്ധം ചെയ്ത് ഇവയെ അറസ്റ്റ് ചെയ്യുവാനും നല്ല പണിഷ്മെൻറ്റ് കൊടുക്കുവാനും, നല്ല വിധത്തിൽ പണിഷ്മെൻറ്റ് കൊടുക്കുവാനും കർത്താവ് വലിയ കൃപ കാണിച്ചിട്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം സുവിശേഷകന്മാർ ഉപയോഗിക്കുന്ന തന്ത്രം എന്താണ്, ഇതിൽ കൂടെ വ്യാപരിക്കുന്ന സ്പിരിറ്റ് എന്താണെന്ന് മനസ്സിലാക്കി കുറച്ചും കൂടി ഇതിൻ്റെ ആഴത്തിലേക്ക് പോകാൻ തക്കവണ്ണം വളരെ ശ്രദ്ധിച്ചുകൊണ്ട്
ഈ ഒരു ടേബിളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ആകർഷിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് കുറച്ചൊന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ദൈവത്തിൻ്റെ പ്ലാൻ, മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനെ കുറിച്ചുകൊണ്ട് അല്പമായിട്ടൊന്നൊരു വിവരിക്കുന്ന ഒരു ചെറിയ ഇമേജാണ്, അല്ലെങ്കിൽ ഒരു സ്കീമാറ്റിക്കാണ് നിങ്ങളുടെ മുമ്പ് ഞാൻ കാണിച്ചിരിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. ആത്മീക ജീവികളുടെ ഭരണകാലത്തെക്കുറിച്ചുകൊണ്ട് ഇത് ഞാൻ 2 എപ്പിസോഡുകൾ, ദ കിങ്ഡം ഓഫ് സേറ്റൻ എന്ന് പറഞ്ഞ 2 എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും, ഈ ചാനലിൽ കാണാൻ സാധിക്കും. കാണാത്തവരുണ്ടെങ്കിൽ കാണുന്നത് നല്ലതായിരിക്കും. ലൂസിഫറിൻ്റെ വീഴ്ചയെക്കുറിച്ചുകൊണ്ട് എസെക്കിയേൽ പ്രവചന പുസ്തകം 28-ാം അധ്യായത്തിൽ 12 തുടങ്ങി 16 വാക്യങ്ങളും, യെശയ്യാ പ്രവചന പുസ്തകത്തിലെ 14-ാം അധ്യായത്തിൻ്റെ 12 തുടങ്ങി 15 വരെ വാക്യങ്ങളും, അതിൽ ദൈവത്തിൻ്റെ ക്രോധം എങ്ങനെ പ്രവർത്തിച്ചുവെന്ന് യെരമ്യാ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 23 തുടങ്ങി 26 വാക്യങ്ങൾ വായിച്ചിരിക്കുന്നത് ഞാനിവിടെ വായിക്കുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഭരണകാലത്ത്, അത് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള ഭരണകാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഭരണകാലം എന്ന് പറയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ദൂതഗണങ്ങളിൽ 3 കൂട്ട ദൂതഗണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഗബ്രിയേൽ ദൈവത്തിൻ്റെ ദൂതന്മാരായിട്ട് പ്രവർത്തിക്കുമ്പോൾ, വാർത്തകൾ കൊടുക്കുന്ന മെസ്സഞ്ചേഴ്സായിട്ട് പ്രവർത്തിക്കുമ്പോൾ, ദൈവത്തിനു വേണ്ടി ആത്മീക യുദ്ധങ്ങൾ ചെയ്യുന്ന കൂട്ടരാണ് മിഖായേലും സേനയും. ദൈവത്തിൻ്റെ ഭരണകൂടം, ദൈവത്തിൻ്റെ ഭരണകാര്യങ്ങൾ അഡ്മിനിസ്ട്രേഷൻ നടത്തിയിരുന്ന ഒരു ആത്മീക ജീവിയായിരുന്നു, അല്ലെങ്കിൽ കെരൂബ് തന്നെയായിരുന്നു ലൂസിഫർ എന്ന് പറയുന്നത്. മോറൽ ഏജൻസ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര മനസ്സിൻ്റെ ഉടമകൾ. ഇവരെ എല്ലാം പരീക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ് സൈറ്റാൻ എന്ന് പറയുന്നത്. ലൂസിഫറിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അവനൊരു നല്ല സമയമുണ്ടായിരുന്നു. നിന്നിൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു എന്ന് ദൈവം അവനെക്കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ, സൈറ്റാനെ കുറിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അവൻ ആദ്യം മുതലേ കൊലപാതകനാകുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും 2 സൃഷ്ടികളാണെന്നതിനെ കുറിച്ച് ഞാൻ എപ്പിസോഡുകളിൽ കിങ്ഡം ഓഫ് സൈറ്റൻ എന്നിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിഷയം അതല്ല. എന്നാൽ ലൂസിഫറിൻ്റെ കയ്യിൽ ഭരമേൽപ്പിച്ചിരുന്നതായ ഭരണത്തെ സൈറ്റാൻ അവനെ പരീക്ഷിക്കുന്ന സമയത്ത് അവൻ പിടിച്ചെടുക്കുകയും, എന്നാൽ ആയിരക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് ദൈവം ഭൂമിയെ തൻ്റെ അടുത്ത പദ്ധതിക്ക് വേണ്ടി റിവീൽ ചെയ്യുന്നത്. അവിടെ നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം നാം വായിക്കുമ്പോൾ ആദ്യം ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമി പാഴ്ശൂന്യമായിരുന്നു, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു പറയുമ്പോൾ, ഭൂമിയെ തൻ്റെ പദ്ധതിക്ക് വേണ്ടി, മറ്റു ഗോളങ്ങളൊക്കെ ശപിക്കപ്പെട്ട് കിടക്കുമ്പോൾ ഭൂമിയെ തൻ്റെ അടുത്ത പദ്ധതിക്ക് വേണ്ടിയിട്ട് ദൈവം പ്രത്യേകമായിട്ട് വെള്ളം കൊണ്ട് കവർ ചെയ്ത് അതിൻ്റെ മേലെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു നമുക്ക് പഠിക്കാൻ സാധിക്കും. തൻ്റെ സമയമാകുമ്പോൾ അതിനെ റീക്രിയേറ്റ് ചെയ്യുന്ന പ്ലാനുകളാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ ഭൂമിയുടെ മേലുള്ള അധികാരം മനുഷ്യനെ ഏൽപ്പിക്കുന്നതാണ് നാം നേരത്തെ വായിച്ചത് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26 തുടങ്ങി 28 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ആ മനുഷ്യനെ പരീക്ഷിക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ കയ്യിൽ ഭരമേൽപ്പിച്ചിരുന്നതായ അധികാരത്തെയും സൈറ്റാൻ പിടിച്ചെടുത്തു. അപ്പോൾ ലൂസിഫറിൻ്റെ മേൽ അധികാരം കൊടുത്തിരുന്നതായ എൻട്രസ്റ്റ് ചെയ്തിരുന്നതായിട്ടുള്ള അധികാരത്തെയും പിടിച്ചെടുത്തു. അതേപോലെ തന്നെ മനുഷ്യനെ പരീക്ഷിക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ മേൽ കൊടുത്തിരുന്ന അധികാരത്തെയും സൈറ്റാൻ പിടിച്ചെടുത്തു. ഈ 2 അധികാരങ്ങളെയും തിരിച്ചെടുക്കുവാൻ തക്കവണ്ണമാണ് ദൈവപുത്രൻ വെളിപ്പെടുത്തുന്നത്. നമുക്ക് വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷ ലേഖനം 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. 1 യോഹന്നാൻ 3-ന്റെ 8-ാം വാക്യം, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഞാൻ വളരെ ഫാസ്റ്റായിട്ട് ഈ കാര്യങ്ങൾ പോകുന്നത്, ഇതൊക്കെ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് ശ്രദ്ധ നിങ്ങളുടെ അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്, അപ്പോൾ സൈറ്റാൻ ചെയ്തതായ ഈ 2 പ്രവൃത്തികളെയും അഴിപ്പാൻ അത്രേ ദൈവപുത്രൻ വെളിപ്പെട്ടത്. അങ്ങനെ ഇനിയുള്ള കാര്യം വളരെ ശ്രദ്ധിക്കണം. ലൂസിഫറിൻ്റെ കയ്യിൽ ഭരമേൽപ്പിച്ചിരുന്ന അധികാരവും മനുഷ്യൻ്റെ കയ്യിൽ ഭരമേൽപ്പിച്ചിരുന്ന അധികാരവും സൈറ്റാനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ സൈത്താൻ പിടിച്ചെടുത്തു. യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കുന്ന സമയത്ത്
യോഹന്നാൻ എഴുതിയ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 5 വാക്യങ്ങൾ 5-6 വാക്യങ്ങൾ നാം വായിക്കുകയാണെങ്കിൽ അവിടെ സേറ്റാൻ പറയുന്നത് വചനം തന്നെ നമുക്ക് നേരിട്ട് വായിക്കാം. നിങ്ങൾക്ക് സംശയമുണ്ടാകേണ്ട, ഊഹാഭോഗങ്ങൾ പറയുന്നതല്ല. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4:5-6 വാക്യങ്ങൾ. പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളിൽ ക്ഷണത്തിൽ അവന് കാണിച്ചു കൊടുത്തു. ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവമല്ല അവന് കൊടുത്തത്, മനുഷ്യനെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. മനുഷ്യനെ പരീക്ഷിക്കുന്ന സമയത്ത് മനുഷ്യനാണ് സേറ്റാന് കൊടുത്തിരുന്നത്, മനസ്സിലാക്കണം. അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. ഇവിടെ കർത്താവ് അവനോട് റിബ്യൂക്ക് ചെയ്യുന്നില്ല. അങ്ങനെയല്ല, ഇതെൻ്റെ അധികാരമാണെന്ന് പറയുന്നില്ല. ഈ കാര്യത്തെക്കുറിച്ച് കർത്താവ് ഒന്നും സംസാരിക്കുന്നില്ല. അതേപോലെ തന്നെ 1 യോഹന്നാൻ 5:19 വാക്യം വായിക്കുകയാണെങ്കിൽ, 1 ജോൺ 5-ാം അധ്യായത്തിൻ്റെ 19 വാക്യം, നാം ദൈവത്തിനുള്ളവർ എന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനയിൽ കിടക്കുന്നു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്, അവൻ യേശു ക്രിസ്തു ഈ 2 അധികാരങ്ങളും പിടിച്ചെടുത്ത് സ്പിരിച്വൽ അധികാരം മാത്രം ദൈവസഭയെ ഏൽപ്പിച്ചിരിക്കുന്നു. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ചേട്ടൻ ഈ ഭൂമിയുടെ പിക്ചർ കാണിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് ഒന്ന് സ്പിരിച്വൽ അധികാരവും മറ്റു മെറ്റീരിയൽ അധികാരവും. സ്പിരിച്വൽ അധികാരം എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20 തുടങ്ങി 23 വരെ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന. ആ വാക്യം തന്നെ എടുത്ത് വായിക്കാം. എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 19 ഓൺവേഴ്സ് വായിക്കാം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവന് ക്രിസ്തുവിലും വ്യാപരിച്ച് അവന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവ്വവും അവൻ്റെ കാലിൽ കീഴാക്കി വെച്ച് അവനെ സർവ്വത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമാവുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് ആത്മീക അധികാരമാണ്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവ്വവും അവൻ്റെ കാലിൽ കീഴാക്കി വെച്ച് അവനെ സർവ്വത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമാവുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ ഓൾ ഇൻ ഓൾ. ഇതെന്താണെന്ന് ഞാനത് റിലീസ് ചെയ്തിട്ടില്ല. റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ബിലീവേഴ്സ് എന്ന പുസ്തകത്തിൽ കൈവശമുള്ളവർക്ക് അത് വായിക്കാം. അല്ലാത്തവർക്ക് വെബ്സൈറ്റിൽ നിന്ന്, ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ബിലീവേഴ്സ് എന്ന മിക്കവാറും എല്ലാ എപ്പിസോഡുകളിലും അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ല PDF ഫയൽ ഇല്ലാത്തവർക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഫിസിക്കൽ ബുക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു തരുന്നത്, ക്രിസ്തു തൻ്റെ പ്രായശ്ചിത്തം മുഖാന്തരം സേറ്റാൻ പിടിച്ചെടുത്തതായിരുന്ന അധികാരങ്ങളെ മുഴുവൻ പിടിച്ചെടുത്തിട്ട് സ്പിരിച്വൽ അധികാരം മാത്രമേ സഭയ്ക്ക് തന്നിട്ടുള്ളൂ. മെറ്റീരിയൽ അധികാരങ്ങൾ ഇന്നും സേറ്റാൻ്റെ കയ്യിലാണ്. സേറ്റാൻ കർത്താവിനെ പരീക്ഷിക്കുന്ന സമയത്ത് ഇതൊക്കെയും എങ്കലേൽപ്പിച്ചിരിക്കുന്നു പറയുന്നു. യോഹന്നാൻ ലേഖനം എഴുതുന്നു പറഞ്ഞു, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനം കിടക്കുന്നു. അപ്പോൾ ഇവിടെ ചർച്ചിനകത്ത് പറയുന്നത്, ഇവിടേക്കുള്ള പ്രവേശനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴി. എന്നാൽ ഇവിടേക്കുള്ള വഴി എന്ന് പറയുന്നത് വിശാലമായ വഴിയാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ നാം എടുത്ത് വായിക്കുകയാണെങ്കിൽ, മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 13 and 14 വായിക്കുകയാണെങ്കിൽ, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവൻ അനേകരുമാകുന്നു. അപ്പോൾ ഇവിടെ കർത്താവ് മുഴുവൻ അധികാരം പിടിച്ചെടുത്തിട്ട്
സ്പിരിച്വൽ അധികാരം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്കും, എന്നാൽ ഇന്നും മെറ്റീരിയൽ അധികാരം സേറ്റാൻ്റെ കയ്യിലാണ്. അപ്പോൾ ഈ പ്രോസ്പെരിറ്റി തിയോളജി, അനുഗ്രഹത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നവരായ ഈ മാന്യന്മാരെ കുറിച്ച് ഞാൻ വളരെ പച്ചയായ മലയാള ഭാഷയിൽ പറയാണ്, നിങ്ങൾ സാത്താൻ്റെ ശുശ്രൂഷകന്മാരാണ്. നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നത് സേറ്റാനാണ്. നിങ്ങൾ ഉപയോഗിക്കുന്നത് യേശുവിൻ്റെ നാമം തന്നെയാണെങ്കിലും അതിന് പറയുന്ന പേരാണ് മറ്റൊരു യേശു, വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ്. ഇത് വളരെ പച്ചയായിട്ട് നിങ്ങൾക്ക് പ്രതിവാദമില്ലാതെ തന്നെ ദൈവത്തിൻ്റെ വചനത്താൽ ഖണ്ഡിതമായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്ന അധികാരം സ്പിരിച്വൽ അധികാരമാണ്. എന്നാൽ ദൈവമക്കൾക്ക് ആവശ്യമായുള്ള സകല ആവശ്യങ്ങളും വളരെ വ്യക്തമായിട്ട് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വളരെ കാര്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാനൊന്ന് 2 പീറ്റർ ചാപ്റ്റർ 1:3, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും pertain to unto life and godliness, ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഇതാണ് വിശ്വാസവേലയുടെ അടിസ്ഥാനം കിടക്കുന്നത്. നമ്മെ സ്നേഹിക്കുന്നവനായ പിതാവ് നമുക്ക് എന്ത് ആവശ്യമെന്ന് നാം ചോദിക്കുന്നതിന് മുമ്പേ അറിയുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം നിങ്ങൾക്കെടുത്ത് വായിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം അനുഭവ പരിജ്ഞാനത്തിൽ കൂടെ തന്നെയാണ് പറയുന്നത്. തായോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഒരപ്പൻ്റെ വേലയാണ് നാം ചെയ്യുന്നതെങ്കിൽ, പിതാവിനോട് കൂടെയാണ് നാം വേല ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ ആവശ്യമായ കാര്യങ്ങളൊക്കെയും തന്നെ നാം യാചിക്കുന്നതിന് മുമ്പേ അറിഞ്ഞ് നമുക്ക് ചെയ്തു തരുന്ന ദൈവമാണ്. അപ്പോൾ ഈ പ്രോസ്പെരിറ്റി തിയോളജി പ്രസംഗിക്കുന്നവർ ഇവിടെ കിടന്നാണ് പ്രസംഗിക്കുന്നത്. ഇവരെ അഭിഷേകം ചെയ്തിരിക്കുന്നത് സേറ്റാനാണ് പറഞ്ഞത്, ഇതെല്ലാം എങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്നു, എന്നെ നമസ്കരിക്കുന്ന ഞാൻ ഇഷ്ടമുള്ളവനൊക്കെ കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ അപകടം ഞാൻ വേറെ ചിത്രത്തിലൂടെ കാണിക്കുകയാണ്. ഇതാണ് രക്ഷിക്കപ്പെടുന്നവർ ഇടുക്കവും ഞെരുക്കുമുള്ള വാതിൽ കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ വിശാല വഴിയിൽ കൂടെ നടക്കുന്നവർ എങ്ങോട്ട് പോകണമെന്ന് നമുക്ക് അല്പമായിട്ടൊന്ന് ഇവിടെ കാണാൻ സാധിക്കും. ആമേൻ, സ്തോത്രം. പോകുന്നത് ആദ്യം ഹേഡീസിലേക്ക്, പാതാളത്തിലേക്ക്. അവിടെ നിന്നും കർത്താവിൻ്റെ വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഓരോരുത്തരും ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തതിന് തക്കവണ്ണം ശിക്ഷ പ്രാപിച്ചുകൊണ്ട് നിത്യമായ നരകത്തിലേക്ക് പോകുന്നു. ഈ നരകമെന്ന് പറയുന്നതും പാതാളം എന്ന് പറയുന്നതും രണ്ട് സ്ഥലമാണ്. ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ട് അത് സ്വീകരിച്ച് ഹൃദയത്തിൽ ക്രിസ്തുവിനെ വാഴുവാൻ സ്വീകരിച്ച് അതിൻ പ്രകാരം ജീവിക്കുന്നവൻ ഇടുക്കവുമുള്ള വാതിലും ഞെരുക്കുമുള്ള വഴിയും തിരഞ്ഞെടുത്തുകൊണ്ട് ആമേൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നടത്തപ്പെട്ട് ആമേൻ അവൻ ഓരോരോ അവസരങ്ങളിലും ക്രിസ്തുവിനെ സമ്പാദിച്ച് ക്രിസ്തുവിനെ നേടി. അതാണ് റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ബിലീവേഴ്സ് എന്ന പുസ്തകത്തിൽ കൂടെയും എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഓരോരോ അനുഭവങ്ങൾ തരുന്നത്. ക്രിസ്തുമായിട്ടുള്ള ഓരോരോ ബന്ധങ്ങളിലും നമുക്ക് നമ്മുടെ ബലഹീനത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുമ്പോൾ ആ ബലഹീനത ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്യുന്ന ക്രിസ്തുവിനെ നാം ഓരോ ഘട്ടങ്ങളിൽ നാം സ്വീകരിച്ച്, അതാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും. ഒരു പ്രാവശ്യം രക്ഷ ഏറ്റുപറയുമ്പോൾ ലഭിക്കുന്ന നല്ല തേജസ്, ആമേൻ, സ്തോത്രം, നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കത് വളരെ വ്യക്തമായിട്ട് തന്നെ സുവിശേഷത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് പഠിച്ചറിയാൻ സാധിക്കും. ഹല്ലേലൂയ. ഓരോരോ നമുക്ക് റോമാലേഖനം നിങ്ങൾക്ക് വളരെ അറിയുന്ന കാര്യമാണ്. 8-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, റോമൻസ് ചാപ്റ്റർ 8:17. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്വീകരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. 2 കൊറിന്ത്യൻസ് chapter 3:18.
എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായ നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ഗ്രേസ് അപ്പോൺ ഗ്രേസ്, ഗ്ലോറി അപ്പോൺ ഗ്ലോറി, അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുന്നു. ഇതിനെയാണ് പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്. യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനത്തിൽ സെക്കൻഡ് പറയുന്നത്, പ്രിയനെ, ഗായൂസിന് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞത്, പ്രിയനെ നീ സകലത്തിലും പ്രോസ്പർ ആയിരിക്കുന്നത് പോലെ. ഈ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് ഇതാണ്. തേജസ്സാകുന്ന കർത്താവ്, ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുക. ഇതൊന്നും നിങ്ങളെ ഗ്രഹിപ്പിക്കാൻ വേണ്ടിയാണ് ഈ റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ബിലീവേഴ്സ് എന്ന ഈ ഒരു സബ്ജക്റ്റ് എപ്പിസോഡുകളോട് യൂട്യൂബിലുണ്ട്. പുസ്തകം ഫ്രീ ആയിട്ട് ഹാർഡ് കോപ്പി വേണമെങ്കിൽ അവൈലബിൾ ആണ്, PDF വേണമെങ്കിൽ അവൈലബിൾ ആണ്. എങ്ങനെയാണ് നാം ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടാനുള്ള ഓപ്ഷൻ, ഫ്രീ ഓപ്ഷൻ, എല്ലാ അധികാരത്തോടും കൂടെ ജീവനും ഭക്തിക്കും വേണ്ടുന്നത് ഒക്കെയും ദാനമായിട്ട് ഞാനത് വളരെ അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ വേണമോ, ഭൗതികമായ ആവശ്യങ്ങൾ വേണമോ, നിങ്ങൾക്ക് എന്ത് ദൈവം നല്ലതെന്ന് കണ്ടുകൊണ്ട് ചെയ്തു തരുമ്പോൾ ജസ്റ്റ് ഒബേ ഫോർ ദാറ്റ്, ജസ്റ്റ് yield ടു ദാറ്റ്. അതിനോട് ഹൃദയം ചാഞ്ഞ് എൻ്റെ കർത്താവിനെ എനിക്ക് ചെന്ന് ഏറ്റവും നല്ലതാണ്, എനിക്ക് ക്രിസ്തുവിനെ നേടണം. എൻ്റെ ഓരോരോ ബലഹീനതകളും വെളിപ്പെടുമ്പോൾ ഞാൻ അതിനെ മനസ്സിലാക്കി, അതിനെ അക്നോളജ് ചെയ്ത് കർത്താവ് ഈ റിലേഷനിൽ, ഫോർ എക്സാമ്പിൾ ഒരു രോഗം വരികയാണെങ്കിൽ അവൻ്റെ അടിപ്പിണരുള്ള നിങ്ങൾക്ക് രോഗസൗഖ്യം വന്നിരിക്കുന്നു. മരണം തന്നെ മുഖാമുഖം വരികയാണെങ്കിൽ ഞാൻ മരണത്തെ ജയിച്ചവനാണോ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. ഇങ്ങനെ ഓരോരോ റിലേഷനുകളിൽ മരണം വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഭയമുണ്ടാകും. അമ്മേ രോഗം വരുമ്പോൾ മരണത്തിലേക്ക് കടന്നു പോകുന്ന ഭയമുണ്ടാകും. അവിടെയൊക്കെ ഈ മരണത്തെ ജയിച്ചവൻ, ലോകത്തെ ജയിച്ചവൻ, സീറ്റാനെ ജയിച്ചവൻ, ഇങ്ങനെ ഓരോരോ റിലേഷനിലും നാം ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ കൈക്കൊള്ളുമ്പോൾ അവൻ്റെ തേജസ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ തേജസ് പ്രാപിച്ച് ക്രിസ്തുവിനുള്ള അതേ തേജസ്, അതേ ഗ്ലോറി പ്രാപിക്കാനുള്ള അവസരം, ഫ്രീ ഓപ്ഷൻ മനുഷ്യരെ നമുക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. ഇതാണ് പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്. ഇതിനെയാണ് റിയൽ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്. ഇത് ആത്മാവിൽ നടക്കുന്ന കാര്യമാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴല്ലോ, സ്തോത്രം, പ്രാണനിലേക്ക് ഈ പ്രോസ്പെരിറ്റി തിയോളജി അയച്ച് നിങ്ങളുടെ ശരീരത്തിനോ അല്ലെങ്കിൽ ഈ ലോകത്തിലെ കാര്യങ്ങൾക്കോ, അതായത് ഒരു സോഷ്യൽ വെൽഫെയർ സെൻ്ററായിട്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്, ആമേൻ, അത് ഇടുക്കും ഞെരുക്കുമുള്ള വാതിൽ കൂടെ കടന്നു പോകുന്ന ദൈവരാജ്യത്തിലല്ല, സേറ്റാൻ്റെ കിങ്ഡത്തിലാണ്. അത്തരം പ്രസംഗിക്കുന്നവർ സേറ്റാൻ്റെ അഭിഷക്തരാണ്. അവർ നിങ്ങളെ നയിക്കുന്നത് ഈ നരകത്തിലേക്കാണെന്ന് വളരെ സസൂക്ഷ്മം മനസ്സിലാക്കിക്കൊള്ളുക. ഇതിൻ്റെ അപകടം, പ്രോസ്പെരിറ്റി തിയോളജിയുടെ അപകടം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാനാണ് ഞാൻ ഇക്കാര്യം പ്രസ്താവിക്കുന്നത്. അതുകൊണ്ട് റിയൽ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് തേജസ്സാവുന്ന കർത്താവ്, ആത്മാവാകുന്ന കർത്താവിൻ്റെ തേജസ് ദാനമായി ആ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുവാനുള്ള ഫ്രീ ഓപ്ഷൻ, അതിനാവശ്യമായുള്ള സകലവും ജീവനും ഭക്തിക്കും വേണ്ടത് ഒക്കെയും നിങ്ങൾക്ക് ദാനമായിട്ട് ഓഫറാണ്. നിങ്ങൾ ചലഞ്ച് ചെയ്ത് നോക്കൂ. ഞാൻ വർഷങ്ങളായിട്ട് ആത്മീയ ജീവിതത്തിൽ കടന്നു വന്ന വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചു കൊണ്ടാണിത് പറയുന്നത്. നിങ്ങളുടെ ലക്ഷ്യം പെർഫെക്റ്റ് ആണോ? ഇന്ന് വിശ്വാസ വേലയ്ക്ക് വേണ്ടി അനേകർ താളടിയായി പോയിട്ടുണ്ട്. സപ്പോർട്ട് മിനിസ്ട്രി ഇല്ല, നിങ്ങൾക്ക് ഫെയ്ത്ത് മിനിസ്ട്രി ചെയ്യാം. ഞാൻ അനുഭവിച്ചു കൊണ്ടാണ് പറയുന്നത്. മിനിസ്റ്റർ ചെയ്യാത്ത സാധാരണ ദൈവമക്കളാണെങ്കിൽ നിങ്ങൾക്ക് കർത്താവിൽ ആശ്രയിച്ച് നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും നിങ്ങളുടെ കരങ്ങളിൽ കൊണ്ടുതരും. നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കരങ്ങളിൽ കൊണ്ടുതരുന്നൊരു ദൈവമുണ്ട്. പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുക, ടു അറ്റൈൻ ദ സെയിം ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ് ജീസസ്. ഇത് നിങ്ങൾക്ക് ഫ്രീ ഓഫറാണ്. അത് പ്രാപിക്കാനാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ജീവനും ഭക്തിക്കും വേണ്ടുന്നത് ഒക്കെയും, മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ ലൈഫിന് വേണ്ടത് ഒക്കെയും ഫ്രീ ആണ്. ഇതിനകത്തുള്ള ഗ്രോത്തിനെയാണ് പ്രോസ്പർ എന്ന് പറയുന്നത്. ഇതാണ് പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്. അല്ലാണ്ട് നിങ്ങൾ നശിച്ചു പോകുന്ന ഈ ശരീരത്തിന് വേണ്ടിയുള്ള ആഹാരമല്ല, അതിൻ്റെ സുവിശേഷകന്മാർ ഓഫർ ചെയ്യുന്ന സൈറ്റാനിക് സുവിശേഷമല്ല.
അവിടെ പ്രവർത്തിക്കുന്ന മറ്റൊരു യേശുദാൻ ഇത്തരം മറ്റൊരു യേശുക്കളോടൊക്കെയും അനേക വിധത്തിലുള്ള യേശുക്കളോട് ആത്മീയ യുദ്ധം ചെയ്ത് അറസ്റ്റ് ചെയ്യുകയല്ല, നല്ല പണിഷ്മെൻ്റ് കൊടുത്ത്, അവയുടെ ഇരിപ്പിടങ്ങളിൽ പണിഷ്മെൻ്റ് കൊടുത്തുകൊണ്ട്, അധികം കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ പറയാൻ സാധിക്കുകയില്ല, അവയുടെ ഇരിപ്പിടങ്ങളിൽ തന്നെ പണിഷ്മെൻ്റ് കൊടുത്തുകൊണ്ട് ജനത്തെ സ്വതന്ത്രമാക്കാൻ കർത്താവ് കൃപ തരുന്നുണ്ട്. ഈ അധികാരം, അതാണ് പറഞ്ഞിരിക്കുന്നത്, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകലനാമത്തിലും അത്യുന്നതമീതെ അവനോട് കൂടെ നമ്മളെ ഇരുത്തിയിരിക്കുന്നത്. ഇത്രയും വലിയ അനുഗ്രഹം നമ്മുടെ കയ്യിൽ തന്നിരിക്കുമ്പോൾ അതിനെ പിടിച്ചു പറിച്ചുകൊണ്ട് ചീഞ്ഞളിഞ്ഞ മെറ്റീരിയൽ നന്മയ്ക്ക് വേണ്ടി, നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി നിങ്ങളെ വലച്ച് കളയുന്ന സേറ്റാൻ്റെ അഭിഷക്തരാണ് ഈ പ്രോസ്പെരിറ്റി തിയോളജി കൊണ്ടുവരുന്നവർ. ഇതിൻ്റെ അപകടം നിങ്ങളുടെ അന്ത്യം നിത്യനരകമായിരിക്കും. എന്നാൽ അനേകർ ഈ വഴി, ഈ ഇടുക്കുമുള്ള വാതിലും ഞെരുക്കുമുള്ള വഴിയും തിരഞ്ഞെടുത്തിട്ട് ഈ പ്രോസ്പെരിറ്റി തിയോളജിയുടെയൊക്കെ ഈ ഗ്ലിറ്ററിങ്, ഒരു ചൊല്ലുണ്ടല്ലോ, മിന്നുന്നതെല്ലാം പൊന്നല്ല, ഇതിൻ്റെ മിന്നലെല്ലാം ഗ്ലിറ്ററിങ് കണ്ട് വശീകരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. ഇവർക്ക് വേണമെങ്കിൽ തിരിച്ചു വരുന്ന ഒരേ ഒരു വഴിയുള്ളൂ, ഇടുക്കമുള്ള വാതിലായ ക്രിസ്തു. അതാ കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ വഴി, വേറെ വഴിയില്ല. വേറെ വഴിക്ക് വരുന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരുമാണ്. അവരുടെ കരങ്ങളിൽ നിന്നൊക്കെയും രക്ഷ പ്രാപിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഇടുക്കുമുള്ള വാതിലും ഞെരുക്കുമുള്ള വഴി തിരഞ്ഞെടുക്കുക. അവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആമേൻ. അനേകരും നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. തീർച്ചയായിട്ടും കംപ്രസ്ഡാണ്, ഞെരുക്കമുള്ളതാണ്, വളരെ ഞെരുക്കമുള്ളതാണ്. പക്ഷേ ഇതിന് ജയിച്ച നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായ ക്രിസ്തു നിങ്ങൾക്ക് മുമ്പേ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ പ്രത്യാശയോടുകൂടെ നമുക്ക് ഈ എപ്പിസോഡിൽ നിന്ന് വിരമിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവ് നിൻ്റെ കൃപയാൽ ഇങ്ങനെ ഒരു എപ്പിസോഡിൽ ജീവൻ കൃപ നൽകിയല്ലോ. ഇന്ന് വഞ്ചകനായ സാത്താൻ്റെ തന്ത്രത്തിൽ കപടവേലക്കാർ, വെളിച്ചു ദൂതൻ്റെ വേഷം ധരിച്ചവർ നിൻ്റെ ആലയത്തിൽ പോലും കടന്ന് ദിനത്തെ വലച്ചു കളയുന്നല്ലോ. കർത്താവേ, നിനക്ക് കൃപ തോന്നുമാറാകണമേ. നീ അവർക്ക് വേണ്ടി പ്രാശ്ചിത്തമായി തുറന്ന ആ വലിയ വില ഓർത്തുകൊണ്ട്, ലോകസ്ഥാപനത്തിന് മുമ്പേ അറക്കപ്പെട്ട കുഞ്ഞാടാവുന്നതിൻ്റെ ആ വലിയ വില ഓർത്തുകൊണ്ട്, മനുഷ്യ സൃഷ്ടിക്കുന്ന സമയത്ത് പോലും നിൻ്റെ ഹൃദയത്തിൽ ഈ അറിവുണ്ടായിരുന്നു, ഒരു നാൾ നീ അവന് വേണ്ടി പ്രാശ്ചിത്തമായി തീരണമെന്ന്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ കർത്താവ് നീ മനുഷ്യനെ സൃഷ്ടിച്ചത്. അത് നീ ക്രൂശിൽ നിലനിർത്തിച്ചു. ആ സ്നേഹത്തെ ഓർത്ത് ഈ ശബ്ദം കേൾക്കുന്ന ഏവരെയും നിങ്ങളിലേക്ക് ആകർഷിക്കുമാറാകണമേ. നിൻ്റെ വരവനായി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.